ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ എടുത്തിരിക്കുന്നത് നാഴി അരിയാണ്. ഇത് മിക്സിക്കകത്തിട്ട് പൊടിച്ച് വറക്കുകയാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്ത് ഇത് തണുത്തിട്ട ശേഷം തണുക്കാൻ വെച്ച ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ. ഇതിനാവശ്യമായ സാധനങ്ങൾ നെയ്യ്, ഇച്ചിരി തേങ്ങായ, അരിപ്പൊടി, ശർക്കര, ഏലക്ക, ചുക്ക്, ജീരകം പൊടി ഇവയെല്ലാം വേണം. തേങ്ങ ചിരണ്ടി എടുത്ത് ശേഷം അരിപ്പൊടി ഞാൻ ഒരു പാത്രത്തിലോട്ടിട്ടു. അതിനകത്തോട്ട് 5 പഴം ഞാൻ ഞെരടി ചേർക്കുകയാണ്. നല്ല കൂട്ട് ഞെരടി ഈ പഴവും തേങ്ങായും ഒക്കെ കൂടെ ഇട്ട് യോജിപ്പിച്ച് നല്ല കൂട്ട് കുഴച്ചെടുക്കണം. ശർക്കരയും കൂടെ ചേർത്ത് ശർക്കര, തേങ്ങ, പഴം ഇവയെല്ലാം കൂടെ യോജിപ്പിച്ച് അതിനകത്തോട്ട് ശകലം നെയ്യും ചേർക്കാം. നെയ്യ് ചേർത്ത് കുഴയ്ക്കാം. നെയ്യ് ഇതിനൊരു ടേസ്റ്റ് കൂടും. നെയ്യും ചിലർ തേനും ഒക്കെ ഒഴിക്കും. വേണമെങ്കിൽ മാത്രം നെയ്യും തേനും ഒക്കെ ഉപയോഗിച്ചാൽ മതി. ശർക്കര ആയാലും മതി മധുരത്തിന്. പിന്നെ ഇതിനകത്ത് ചുക്കുപൊടി, ഏലക്ക ചതച്ചതും ചുക്കും ജീരകവും എല്ലാം കൂടി ഇതിനകത്തോട്ടിട്ട് വീണ്ടും കുഴയ്ക്കുക. നല്ല കൂട്ട് മൃദുവാകുന്നിടം വരെ കുഴച്ചെടുക്കണം. കുഴയ്ക്കുന്ന ആ മാവിന് അയവ് തോന്നുന്നില്ല എങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് നല്ല കൂട്ട് കുഴയ്ക്കുക. എന്ന് വെച്ചാൽ അങ്ങ് ഒത്തിരി വെള്ളം ഒഴിക്കില്ല. ഒത്തിരി വെള്ളം ഒഴിച്ച് ഇത് അങ്ങ് ലൂസായി പോകും. നമുക്ക് പിന്നെ അത് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. ഇലയിൽ അത് വെള്ളം ഒലിക്കും. അത് നല്ല കൂട്ട് കുഴച്ച് എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ കുഴച്ച് എടുക്കണം. കണ്ടോ, ഇതിൻ്റെ പരുവം ഇതാണ്. ഈ പരുവത്തിൽ കുഴച്ച് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഒരു പിന്നെ വാഴയിലക്കകത്താണ് ഇത് പരത്തേണ്ടത്. വാഴയിലക്കകത്ത് പരത്തി സൈഡ് ചേർത്ത് മടക്കി വീണ്ടും അപ്പുറവും ഇപ്പുറവുമായി 2 വശവും കൂടെ മടക്കി ഇത് ഇഡലി കുട്ടകത്തിനകത്ത് വെള്ളമൊഴിച്ച് അടുപ്പ് കത്തിച്ച് നല്ലോട്ട് തിളച്ച് വരുമ്പം ഈ വെള്ളം തിളച്ച് വരുമ്പം അതിൻ്റെ മണ്ടയെ പറക്കി വെച്ച് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്ത് ഉപയോഗിക്കാം. ഇതിന് നല്ല ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളിത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് പറയണം. ഇത് നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.